मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। മേയർ അങ്കിളിന് 1 to 50 ശരിക്കും കൗണ്ട് ചെയ്യാൻ പോലും അറിയത്തില്ലെന്നാ തോന്നുന്നത്. ഓക്കേ, ഞാൻ 50 കഴിഞ്ഞു. അടുത്തതായി ടെമ്പോ ആണ് നീയാണ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങളെ പുറകുന്ന് തള്ളിവിട്ട് എനിക്കും കൂടെ ചേർത്ത് 50 കഴിഞ്ഞു സാറേ. വരൂ, നമുക്കിപ്പോ അടുത്ത എക്സസൈസ് ചെയ്യാം. തീർച്ചയായിട്ടും കറക്റ്റ് ആണ് പറഞ്ഞത്. വരൂ, നമ്മൾക്കിപ്പോ പുഷപ്സ് എടുക്കാം. നിങ്ങൾ വേണം നോക്കിക്കോ, ഇപ്രാവശ്യം ഞാൻ 50 പുഷപ്സ് എടുക്കാൻ പോവുകയാണ്. മോർണിംഗ് മേയർ അങ്കിൾ. ഗുഡ് മോർണിംഗ് ടെമ്പോ അണ്ണ. മോർണിംഗ് കിക്കോ. വരൂ, ഇപ്രാവശ്യം നമുക്കൊരു കാര്യം ചെയ്യാം. അവര് ശരിക്കും 1 to 50 കൗണ്ട് ചെയ്യുന്നുണ്ടോ നോക്കാം. ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടോ. ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു എക്സസൈസ് ചെയ്താലും 50 ടൈം ചെയ്യണമെന്ന്. കണ്ടോ, നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ, ഞാൻ 50 ടൈംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. എക്സസൈസ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും എന്തിനാ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത്? ഡോക്ടറിന്റെ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിട്ട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോ എക്സസൈസും 50 പ്രാവശ്യം ചെയ്യണമത്രേ. എന്റെ അമ്മോ, അദ്ദേഹം എന്തിനാ അങ്ങനെ പറഞ്ഞത്? 1 to 50 ഡയറക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാനാ പറഞ്ഞത്. നടുവിൽ മിസ് ചെയ്യരുത്. കറക്റ്റ് ആണ് ടെമ്പോ അണ്ണാ. ബെൽറ്റ് വാങ്ങിക്കോ, ബെൽറ്റ്. പട്ടിണി കിടക്കാതെ പരിശ്രമിക്കാതെ നിങ്ങളുടെ തടി കുറയ്ക്കാം. ഇത് അണിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡാൻസ് പോലും കളിക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിന്റെ വണ്ണം ഉടൻ തന്നെ കുറയുന്നതാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഒരു പുതിയ ഇമേജ് കിട്ടുന്നതായിരിക്കും. ബെൽറ്റ് വാങ്ങിക്കോ, ബെൽറ്റ്. ഇയാള് ചലിക്കുന്ന ഒരു ബെൽറ്റിന്റെ കടയാണെന്ന് തോന്നുന്നല്ലോ. ഹലോ, എന്റെ പേര് ബെൽറ്റോയാണ്. നിങ്ങൾ രണ്ടാളും ഈ ബെൽറ്റ് വാങ്ങിച്ചോ. ഇത് കെട്ടിക്കഴിഞ്ഞാൽ ശരീരത്തിന്റെ തടി എളുപ്പം കുറയും. അതും എണ്ണി 24 മണിക്കൂറിനുള്ളിൽ. കലക്കെ, നല്ല സംഭവം. എന്നാ ഇനി പട്ടിണി കിടക്കണ്ട, പരിശ്രമിക്കേണ്ട ആവശ്യവുമില്ല. എന്താണ് ഇതിന്റെ വില? വലിയ വിലയൊന്നുമില്ല സാറേ, അതായത് ഫ്രീ ആണ്. ഫ്രീ ഫ്രീ ഫ്രീ. എന്റെ കമ്പനിയുടെ പ്രൊമോഷന് വേണ്ടിട്ട് ബെൽറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. വാങ്ങിച്ചോളൂ, നിങ്ങൾ പോലൊന്ന് വാങ്ങിച്ചോളൂ. ഇത് ശരീരത്തിന്റെ തടി മാത്രമല്ല കുറയ്ക്കുന്നത്, ഇത് നിങ്ങളുടെ ഇന്റലിജൻസും അധികപ്പെടുത്തുന്നതാണ്, വിശപ്പ് കുറയ്ക്കുന്നതാണ്, അതേസമയം ശക്തിയും അധികമാക്കുന്നു. എന്റെ അമ്മോ, ഇത് 3-in-1 ആണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വാങ്ങാം. ഞങ്ങൾക്ക് വേണം ഫ്രീ ബെൽറ്റ്. അതെ അതെ, വാങ്ങിച്ചോളൂ. ഇന്നാ പിടിച്ചോ, ഇത് നിനക്കുള്ളതാണ്. വേണ്ട വേണ്ട, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. വാങ്ങിച്ചോ കിക്കോ, ഫ്രീ അല്ലേ. ലോകത്ത് ഒരു സാധനവും ഫ്രീ ആയിട്ട് കിട്ടില്ല. ഓരോ സാധനത്തിനും ഒരു വിലയുണ്ട്. എന്തെങ്കിലും ഒരു സാധനം ഫ്രീ ആയിട്ട് കിട്ടുന്നെങ്കിൽ അതാണ് പ്രോബ്ലം. ഇത് കണ്ടോ ബെൽറ്റിന്റെ അത്ഭുതം. ടോണി ബോസിന് കാണിക്കാൻ പറ്റും ഇതുപോലത്തെ മായാജാലം. ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. എന്താണ് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞേ? ഒന്നുമില്ല ടോണി ബോസ്, ഞങ്ങൾ പറഞ്ഞത് വരൂ നമുക്കും ഓരോ ബെൽറ്റ് വാങ്ങാലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, എന്നാ പിടിച്ചോ. കൊള്ളാം സാർ, എന്തൊരു റൈഡായിരുന്നു. എമർജൻസി ആണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ റൈഡ് ചെയ്യേണ്ടി വരും, മിന്നൽ വേഗത്തിൽ. സാറ് പറഞ്ഞതിന്റെ അർത്ഥം? ഇപ്പൊ സാറ് പറഞ്ഞതിന്റെ അർത്ഥം ഞങ്ങൾക്കും സൗജന്യമായിട്ട് ബെൽറ്റ് വേണം. പിന്നെന്താ, തീർച്ചയായിട്ടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
സംഗതി കൊള്ളാലോ. ഇപ്പൊ ഞാൻ എക്സസൈസ് ചെയ്യാതെ തന്നെ എന്റെ ബോഡി വെയിറ്റ് അങ്ങ് കുറയുമെന്നാ തോന്നുന്നത്. ഓ, ഇതിലൊരു ലൈറ്റും കത്തുന്നുണ്ടല്ലോ. എന്താ പറ്റിയത്? ഞാൻ എന്തിനു പുഷപ്സ് എടുക്കുന്നത്? എന്റെ ശരീരം ഇപ്പോൾ എന്റെ കൺട്രോളിലല്ലോ. സ്പീഡ് കണ്ടാൽ ഇന്ന് 50 പുഷപ്സ് എടുക്കുമെന്ന് തോന്നുന്നു. 50 പ്രാവശ്യം ഒന്നും വലിയ കാര്യമല്ല. ഞാനൊരു പ്രാവശ്യം എത്ര പുഷപ്സ് എടുത്തിട്ടുണ്ടെന്നറിയോ? എണ്ണത്തിൽ അടങ്ങില്ല, കൗണ്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ എന്റെ പുഷപ്സ് നിർത്തിയിട്ടില്ല. സത്യാണോ മേയർ അങ്കിൾ? പിന്നല്ലാതെ. ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ ആരെങ്കിലും എന്നെ പുറത്തു വന്ന് ചാടട്ടെ. എന്റെ അമ്മോ, എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തിനാ നിങ്ങളെ മേലെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നത്? എന്നുവെച്ചാൽ മേയർ അങ്കിൾ പറഞ്ഞത് കള്ളാണല്ലേ? സോറി ആന്റി, എന്നോട് ക്ഷമിക്കൂ ആന്റി. ഞാനിതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. എന്റെ ദൈവമേ, എനിക്ക് എന്താ പറ്റിയത്? എന്റെ കൈ, കാല്, പിന്നെ എന്റെ വായും ഇതൊന്നും എന്റെ കൺട്രോൾ ചെയ്യാലല്ലോ. കീക്കോ, എനിക്ക് തോന്നുന്നത് എന്റെ ബോഡിയെ വേറെ ആരോ ആണ് കൺട്രോൾ ചെയ്യുന്നതെന്നാ. അതെ, പക്ഷേ അതാരായിരിക്കും? എടാ, നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? നീ നിന്റെ ബോസിനെ തല്ലും അല്ലേടാ? റോൾ നമ്പർ 420 കയറി കളിച്ചാലുണ്ടല്ലോ. സോറി ബോസ്, ഞങ്ങളുടെ കൈകൾ ഇപ്പൊ ഞങ്ങളുടെ കൺട്രോളിലല്ല. പക്ഷെ എന്റെ കൈ എന്റെ കൺട്രോളില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെല്ലാം അടിച്ച് ചമ്മന്തിയാക്കിയില്ലെങ്കിൽ എന്റെ പേര് മാറ്റിക്കോ. ഇതേ ഗതികേട് നമുക്ക് സംഭവിക്കുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്നും എസ്കേപ്പ് ആവാം. ഇതൊക്കെ സംഭവിക്കാൻ കാരണം ആ ബെൽറ്റ് ആണെന്ന് തോന്നുന്നത്. ഞാനത് ആദ്യം റിമൂവ് ചെയ്യണം. പക്ഷെ എങ്ങനെ ചെയ്യും? ഇത് ഊരിയെടുക്കാൻ ഒരു വഴിയേ ഉള്ളൂ. ഇത് കട്ട് ചെയ്യണം. കീക്കു, എന്റെ പോക്കറ്റിൽ കട്ടർ ഉണ്ട്. നീ അത് വെച്ചൊന്ന് ട്രൈ ചെയ്യേ. ഈ ബെൽറ്റ് ഊരി പോരുന്നില്ലല്ലോ. അതൊരിക്കലും ഊരിയെടുക്കാൻ പറ്റില്ല മോനെ. ഇത് ബെൽറ്റോ തന്ന ബെൽറ്റാ. ഇട്ട് കഴിഞ്ഞാ പിന്നെ പെട്ടുപോയി നടത്താം. ഇനി നിന്റെ എല്ലാ ഫ്രണ്ട്സിന്റെ ബോഡിയും എന്റെ കൺട്രോളിലാണ്. ഞാൻ എന്ത് ചെയ്യാൻ വിചാരിക്കുന്നുവോ അതായിരിക്കും അവര് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബെൽറ്റോ. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. എന്റെ ഫ്രണ്ട്സിനെ ഇങ്ങനെ കൺട്രോളിൽ വെച്ച് നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. അത് ആദ്യം അങ്ങ് നിർത്തിയേക്കോ. മിസ്റ്റർ ബെൽറ്റോ അവരെ എല്ലാവരെയും ഈ റിമോട്ട് വെച്ചാണ് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും ഞാൻ ഇപ്പോൾ ആ റിമോട്ട് കയ്യിലെടുക്കണം. ഓക്കെ, ഞാൻ അവരെ കൺട്രോൾ ചെയ്യുന്നില്ല. കാരണം ഇനി അവരെല്ലാവരും വേസ്റ്റ് ആണ്. ബെൽറ്റോയുടെ അടിമകളാണ് അവരെല്ലാം. എങ്ങനെയുണ്ട് എന്റെ കളി?
നീ ഈ നിൽക്കുന്ന ബെൽറ്റോയുടെ അടുത്ത് നെരുങ്ങി വരണമെങ്കിൽ ബെൽറ്റോയുടെ ആർമിയുടെ കൂടെ നീ യുദ്ധം ചെയ്യണം. എന്ത് ചെയ്യാനാ മോനെ കീക്കോ, ഐ ആം സോറി. എന്റെ കൈ ഇപ്പൊ എന്റെ കൺട്രോളിലല്ല, എനിക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു പ്രശ്നവുമില്ല ടെമ്പോ അണ്ണ, സിറ്റുവേഷൻ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാനിങ്ങനെ ബ്ലോക്ക് ചെയ്താൽ പോലും അവർക്ക് മുറിവേൽക്കുന്ന തോന്നുന്നേ. എല്ലാം എനിക്കറിയാം, ഡോണ്ട് വറി. എത്രയും പെട്ടെന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ആ ബെൽറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തും. ബെൽറ്റോയുടെ അറ്റാക്ക്, അറ്റാക്ക്. മിസ്റ്റർ ബെൽറ്റോ അതിവേഗത്തിലാണല്ലോ പോകുന്നത്. ഇനി ഓടിയിട്ട് കാര്യമില്ല, ഞാൻ സൂപ്പർ സ്പീഡോയെ പിടിച്ചേ പറ്റൂ. വേഗം, അതിവേഗം R7 നിന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ, എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ, വിളിച്ചാലുടെ നടി വനത്തുന്ന ഹീറോ, ഉലങ്ങായി നിൽക്കുന്ന ഒരു സീറോ. എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ. റൈറ്റ് ആയാലും ശരി, റോങ് ആയാലും ശരി, തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹലോ ബഡി കീക്കോ, എത്തിക്കഴിഞ്ഞു സൂപ്പർ സ്പീഡോ. കുട്ടി കുറുമ്പുകൾ ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുസ്തി ചെയ്യണോ? വേഗം പറയൂ. സൂപ്പർ സ്പീഡോ, എല്ലാവരുടെ ബെൽറ്റും കൺട്രോൾ ചെയ്യുന്ന മിസ്റ്റർ ബെൽറ്റോയുടെ റിമോട്ട് നമുക്ക് കണ്ടെടുക്കണം. ഓക്കെ ബഡി കീക്കോ. Belto is a troublemaker. Without him the city is safer. All our friends are in the trap. We will save them in a snap. Belto, better watch out. Mess with us and you'll go down. Find a way to break the trap and try to bring the remote back. കീക്കോ, ഇങ്ങനെയൊക്കെ ഞാൻ ഹൈ ജമ്പ് ചെയ്താൽ എന്റെ സസ്പെൻഷൻ ഡാമേജ് ആയി പോകും. സൂപ്പർ സ്പീഡോ, ഫോർമുല നമ്പർ 85 ആക്ടിവേറ്റ് ചെയ്യ്. യാ ബഡി, ഫോർമുല നമ്പർ 85 ഇതാ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞു. മിസ്റ്റർ ബെൽറ്റോ പവർഫുൾ സ്റ്റണ്ട്മാൻ ആണെന്ന് തോന്നുന്നു. ഇനി അയാളെ പിടിക്കണമെങ്കിൽ നമ്മൾ ഫോർമുല നമ്പർ 115 ആക്ടിവേറ്റ് ചെയ്യണം. ഫോർമുല നമ്പർ 115 ആക്ടിവേറ്റ് ചെയ്തിട്ട് ചുമരിൽ പല്ലിയെ പോലെ ഒട്ടിച്ചേർന്ന് നിൽക്കും. ഒരു രക്ഷയുമില്ല. ഞാൻ എന്റെ ആർമിയെ ഇപ്പൊ യൂസ് ചെയ്തേ പറ്റുമെന്നാ തോന്നുന്നേ. ബെൽറ്റോയുടെ അറ്റാക്ക്, അറ്റാക്ക്.
സൂപ്പർ സ്പീഡോ, നമ്മളിങ്ങനെ വൺ വേയിൽ പോയിക്കൊണ്ടിരുന്നാൽ ആക്സിഡന്റ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വേറൊരു റൂട്ടിൽ പോബടി. ഓക്കേ കീക്കോ. കേക്കോ എന്താ ഇതൊക്കെ? ഈ കാർ നമ്മുടെ കൺട്രോളിലാണ്, പക്ഷെ നമ്മുടെ ബോഡി നമ്മുടെ കൺട്രോളിലല്ല. മമ്മി രക്ഷിക്കൂ. സൂപ്പർ സ്പീഡോ, സ്പീഡ് കൂട്ട്. അല്ല അത് വേണ്ട. സൂപ്പർ സ്പീഡോ, റിവേഴ്സിൽ ചെല്ല്. ഓ നോ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അവർ നമ്മളെ നാല് വശത്തും ചുറ്റി വളച്ചിരിക്കുക. ഡോണ്ട് വറി കീക്കോ. എന്തൊരു കാറാ ഇത്! ശരിക്കും ഇതൊരു സൂപ്പർ സ്റ്റാർ തന്നെയാണ്. മിസ്റ്റർ ബെൽറ്റോ, ഓപ്പൺ ആയിട്ട് കാര്യം പറയൂ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഓക്കെ, ഞാൻ തെളിച്ച് തന്നെ അങ്ങ് പറഞ്ഞേക്കാം. എനിക്ക് ഈ സൈക്കിൾ ഓടിച്ചോടിച്ച് ബോറടിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇപ്പോ നിന്റെ ആ കാറ് വേണം. അതായത് R7 ആണ് വേണ്ടത്. ബെൽറ്റോയുടെ അറ്റാക്ക്, സാറ്റ് സാറ്റ് അറ്റാക്ക്. പറ്റില്ല, ഞാനത് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ഓഫോ, എന്നാൽ ശരി, തരണ്ട. ഞാനപ്പോ ഇവന്മാരെ ഓരോരുത്തരായിട്ട്, അതായത് നിന്റെ ഓരോ കൂട്ടുകാരന്മാരുടെയും ജീവൻ എടുക്കാൻ പോവുക. ഡോഡോ, നീ ചെന്ന് എന്റെ ആപ്പിൾ എടുത്തോണ്ട് വാ. കീക്കോ, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്ക്. മിസ്റ്റർ ബെൽറ്റോ, ഡോഡോയെ വിട്ടേക്ക്. വിട്ടേക്കാം, നീ പറഞ്ഞതുപോലെ വിട്ടേക്കാം. ഇപ്പോൾ നീ അവനെ രക്ഷിച്ചു. മറ്റുള്ളവരൊക്കെ നീ എങ്ങനെ രക്ഷിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കാരണം ബെൽറ്റോയുടെ ഈ അറ്റാക്ക്, സട്ട് സട്ട് അറ്റാക്ക്. അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, R7 കാർ എനിക്ക് തന്നേക്ക്. എന്നിട്ട് നീ നിന്റെ കൂട്ടുകാരെ വിളിച്ചോണ്ട് വെക്കോ. എന്നാൽ ശരി, എന്റെ കൂട്ടുകാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നിനക്ക് വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് അവസാനമായിട്ട് ഞാൻ സൂപ്പർ സ്പീഡോയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. R7 വിട്ടുകൊടുക്കരുത്. അതല്ലാതെ ഇപ്പൊ എന്റെ മുമ്പിൽ വേറെ ഒരു വഴിയുമില്ല. ഐ എം സോറി സൂപ്പർ സ്പീഡോ. ഞാനിപ്പോൾ നിന്നെ മിസ്റ്റർ ബെൽറ്റോയ്ക്ക് വിട്ടുകൊടുത്തേ പറ്റൂ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കീക്കോ. നിന്നെ വിട്ട് പിരിയാൻ എനിക്കും തോന്നുന്നില്ല. നിന്നെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. വേഗം, അതിവേഗം R7ന്റെ അകത്തേക്ക് സൂപ്പർ സ്പീഡോ കാർ ചെല്ലട്ടെ. ഞാൻ R7 നിങ്ങൾക്ക് വിട്ടുതരണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നിങ്ങൾ ആദ്യം എനിക്ക് ആ റിമോട്ട് വിട്ടുതരണം. ഡീൽ ഡണ്ടനാ ഡണ്ടൻ. പക്ഷെ അതിനു മുമ്പ് ഞാൻ നിന്റെ രണ്ട് കാലുകളും കെട്ടിവെക്കും. എന്നിട്ട് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. നിന്റെ സൂപ്പർ കിക്കിനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു സേഫ്റ്റിക്ക് വേണ്ടിയാ. ബെൽറ്റ് എല്ലാം എന്താ ഡീആക്ടിവേറ്റ് ആകാത്തത്? കാരണം അത് ഡമ്മി പീസാണ്. ഒറിജിനൽ ഇപ്പോൾ എന്റെ കയ്യിലാ ഉള്ളത്. സൂപ്പർ സ്പീഡോ എനിക്കിപ്പോ സ്വന്തമായി കഴിഞ്ഞല്ലോ. അതുകൊണ്ട് റിമോട്ട് എന്റെ കയ്യിൽ തന്നെ വെച്ചേക്കാം. എങ്ങനെയുണ്ട് ബെൽറ്റോയുടെ അറ്റാക്ക്?
Set attack. R7, നീ നിന്റെ പുതിയ ഓണറിന്റെ വോയിസ് റെക്കോർഡ് ചെയ്തോ? ഇനി മുതൽ കമാൻഡ്സ് ഞാനായിരിക്കും തരുന്നത്. വേഗം, അതിവേഗം. R7-ൽ നിന്നും പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. വേഗം, അതിവേഗം. R7-ൽ നിന്നും പുറത്തു വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. എന്ത് കുന്ത്രാണ്ട പാടാ നീ കാട്ടിക്കൂട്ടിയിരിക്കുന്നേ? നിങ്ങൾ ചെയ്തത് തന്നെയാ ഞാനും ചെയ്തത് മിസ്റ്റർ ബെൽറ്റോ. അത് ഡമ്മി R7 ആണ്. ഒറിജിനൽ ഇവിടെയുണ്ട്. അത് ഞാൻ എപ്പോഴാ മാറ്റിയെന്നറിയോ? ഞാൻ സൂപ്പർ സ്പീഡോയുടെ ഗുഡ് ബൈ പറയാൻ പോയില്ലേ, അപ്പോഴാണ്. എന്ന് വെച്ചാൽ നീ എന്നെ പറ്റിച്ചു അല്ലേ? ഇപ്പൊ നോക്കിക്കോ, നിങ്ങളെ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ബെൽറ്റോയുടെ അറ്റാക്ക്. സെറ്റ് അറ്റാക്ക്. ബെൽറ്റുകളെല്ലാം ഡീആക്ടിവേറ്റ് ചെയ്യാൻ ഇപ്പോ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇല്ല, നീ എന്റെ റിമോട്ട് തല്ലി പൊട്ടിച്ചു. കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ ഓടുന്നവന്റെ ഗതിയൊക്കെ ഇതായിരിക്കും അവസാനം. എന്താ പറഞ്ഞു വരുന്നത്? സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. നീ ശരിയാ പറഞ്ഞത് കീക്കോ. ഈ നിമിഷം മുതൽ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഫ്രീ ആയി കിട്ടുന്ന ഒരു സാധനവും യൂസ് ചെയ്യില്ല.